ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ഒരു ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് എടുക്കണം. നമുക്ക് ബ്രെഡ് ഇല്ലാണ്ടേയും ചെയ്യാം, പക്ഷേ ഞാൻ ഇന്നിവിടെ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് എടുത്ത് ഇതിൻ്റെ ഈ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഞാനിതവിടെ ഇതിൻ്റെ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ നടുവിലുള്ളത് മാത്രം എടുത്ത് ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. നമുക്ക് ഇതവിടെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല രീതിക്ക് ഒരുപാട് സമയം മിക്സിയിലിട്ട് അടിച്ചും കളയരുത് കേട്ടോ. നമ്മളൊരു ബൗളെടുക്കുക. അതിന് ശേഷം അതിനകത്തേക്കൊരു ലേശം പാൽപ്പൊടി, ഒരു 1/4 കപ്പ് പാൽപ്പൊടി, അതുപോലൊരു 1/4 കപ്പോ ഒരു 1/2 കപ്പിൻ്റെ താഴെ കുറച്ച് മൈദപ്പൊടിയും കൂടെ എടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. വിസ്ക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പാലൊഴിക്കുക. ഒരു സ്പൂണ് പാലൊഴിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാൽപ്പൊടി മൈദപ്പൊടിയും കൂടെ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഞാൻ മറ്റേ പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ കുഴച്ച് വെച്ച മാവൊക്കെ നല്ല ബോളായിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിത് എണ്ണയായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇതവിടെ അടുപ്പത്തെ എണ്ണ ചൂടായിട്ടുണ്ട്. ബോൾസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ വറുത്ത ബോൾസൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. ഇനി ഒരു കപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി നമ്മുടെ ഈ ബോൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് എടുത്ത് മാറ്റി കളയുകയും ചെയ്യാം. ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വായിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഗുലാബ് ജാമുൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ ബ്രെഡ് കട്ട് ചെയ്തപ്പം മാറ്റി വെച്ച ബ്രൗൺ പോർഷനില്ലേ, അത് വീണ്ടും മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മൾ പാലൊക്കെ ചേർത്ത് കുഴച്ചിട്ട് എണ്ണയിൽ പൊരിച്ച് ഷുഗർ സിറപ്പിൽ മുക്കിയെടുത്തതാണ് കേട്ടോ. ഇതും ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ശരിക്കും ഗുലാബ് ജാമുൻ തന്നെയുണ്ട്. ഇത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കമൻറ്റും എല്ലാവരും തരണം കേട്ടോ, ചാനലിലൊന്ന് റീച്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഒരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ടാറ്റാ.